ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇനി +1ലേക്ക് വരുന്ന മക്കൾ, അതിൽ തന്നെ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന മക്കൾക്ക് ഒരു ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സംശയമാണ് CBSE ആണോ സ്റ്റേറ്റ് ആണോ നല്ലത്, CBSE പഠിക്കുന്നതാണോ സ്റ്റേറ്റ് പഠിച്ചാലാണോ നീറ്റ് കിട്ടാൻ കൂടുതൽ ചാൻസ്. ഇങ്ങനെയുള്ളൊരു സംശയം എൻ്റെ മക്കൾക്കുണ്ടെങ്കിൽ ആ ഒരു സംശയം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് NCERT ആണ്. NCERT ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് പഠിച്ചാലും CBSE പഠിച്ചാലും NCERT തന്നെയാണ് നിങ്ങളുടെ സിലബസ്, അതിൽ വ്യത്യാസമില്ല. പിന്നെ എന്താണ് സ്റ്റേറ്റ് സിലബസ് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സ്ട്രീം പഠിച്ചു കഴിഞ്ഞാൽ ചാൻസ് കൂടുതൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊന്നാമത്തെ റീസൺ ഇതാണ്. CBSE നമ്മൾ നോക്കുകയാണെങ്കിൽ CBSEക്ക് +1 ബോർഡ് എക്സാം ഇല്ല. അതായത് നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് നീറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഭയങ്കരമായിട്ട് +1 ബോർഡ് എക്സാം എഴുതി, +2 ബോർഡ് എക്സാം എഴുതി, അതിലൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ +1 ബോർഡ് എക്സാം CBSEയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടൈം കൂടെ നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷന് കൂടുതൽ സമയം കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുക, നമ്മളൊരു ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് മോഡൽ എക്സാം വരും, ആൻഡ് നമ്മുടെ മാർച്ച് ആകുമ്പോഴത്തേക്ക് പബ്ലിക് എക്സാം വരും. അപ്പോൾ ആ 2 മാസം നമ്മളുടെ ഈ ഒരു പബ്ലിക് എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ നീറ്റ് പ്രിപ്പറേഷൻ അവിടെ നമുക്ക് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. പക്ഷേ CBSEയിൽ പഠിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം +1 ബോർഡ് എക്സാം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ ടൈം കൂടെ നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കാരണം സ്റ്റേറ്റ് സിലബസുകാർക്ക് എന്താണ്, +1ലും +2ലും ബോർഡ് എക്സാം ഉണ്ട്, ഓണം എക്സാം ഉണ്ട്, ക്രിസ്മസ് എക്സാം ഉണ്ട്. അപ്പോൾ ഈ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ നമ്മളിങ്ങനെ വെറുതെ, ശരിയാണ്, നമുക്ക് ഒരു റിവിഷനൊക്കെ ആകും, നമ്മളൊന്ന് എക്സാം എഴുതിയിട്ടുള്ളൊരു പ്രാക്ടീസൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഒന്നും അത്രത്തോളം റെലവൻ്റ് അല്ല. നിങ്ങൾക്ക് ആ സമയം എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, CBSEയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ 5 സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. പക്ഷേ സ്റ്റേറ്റ് സിലബസിലേക്ക് വരുന്ന സമയത്ത് അവിടെ 6 സബ്ജക്ട്സ് ഉണ്ട്. അതായത് ഒരു സെക്കൻഡ് ലാംഗ്വേജ് കൂടി എഡീഷൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ CBSEൻ്റെ ഒരു പ്രത്യേകത, ഇത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം, ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. അതായത് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ് അല്ലേ നല്ലത് എന്ന് എൻ്റെ മക്കൾക്ക് തോന്നും. പക്ഷേ CBSEക്കാർ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ ആയിരിക്കും അവരുടെ +1 +2 കാൽക്കുലേഷൻസ്, ഫിസിക്സിലായിക്കോട്ടെ, കെമിസ്ട്രിയിലായിക്കോട്ടെ, മാത്സിലായിക്കോട്ടെ, എല്ലാ കാൽക്കുലേഷൻസും ചെയ്യുന്നതും അവരുടെ എക്സാം എഴുതുന്നതും. ഓക്കെ, ആൻഡ് ഇതെങ്ങനെയാണ് നീറ്റ് എക്സാമിന് ബെനിഫിറ്റ് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല, നോ കാൽക്കുലേറ്റർ. ഓക്കെ, നീറ്റ് എക്സാം ഹാളിൽ കാൽക്കുലേറ്റർ അലൗ ചെയ്യില്ല. അപ്പോൾ അവിടെ ആർക്കായിരിക്കും ഉപയോഗം ഉണ്ടാവുക? നമ്മുടെ ഈ +1 +2 കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ കണക്ക് കൂട്ടാൻ പ്രാക്ടീസ് ചെയ്ത് ആ മക്കൾക്കായിരിക്കും നീറ്റ് എക്സാമിന് മാത്തമാറ്റിക്സ് വരുന്ന സമയത്ത്. അപ്പോൾ മാത്സ് സബ്ജക്റ്റ് ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഫിസിക്സിൽ അത്യാവശ്യം കാൽക്കുലേഷൻസ് വരും, കെമിസ്ട്രിയിലും അത്യാവശ്യം കാൽക്കുലേഷൻസ് വരും. അവിടെ CBSE പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാൽക്കുലേഷൻസ് വളരെ സ്പീഡായിട്ടും അക്യുറേറ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. അവിടെ സ്റ്റേറ്റ് സിലബസുകാർ പെട്ടെന്ന് ഇത്രയും 2 കൊല്ലം കാൽക്കുലേറ്റർ വെച്ച് ശീലിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇല്ലാണ്ടാവുമ്പോൾ എന്താണ്, നമ്മുടെ കാൽക്കുലേഷൻസ് സ്ലോ ആവും, അവിടെ നമുക്ക് ടൈം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ CBSE പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആഡഡ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ബോർഡ് എക്സാം ഇല്ല, +1 ഓൺ എക്സാം, ക്രിസ്മസ് എക്സാം ഇല്ല, 5 സബ്ജക്ട്സ് ഉള്ളൂ, കാൽക്കുലേറ്റർ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ സ്പീഡ് ഉണ്ടാകും. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ സിലബസ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിനും CBSEക്കും എന്താണ്, NCERTയുടെ സിലബസ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് എക്സാം വിന്നറിൻ്റെ കൂടെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് +1ലും +2ലും നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളെ നീറ്റിന് പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ പൃഥ്വി ബാച്ച്. ഇപ്പോൾ +1നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൃഥ്വി ബാച്ചാണുള്ളത്. നമുക്ക് +2ലാണെങ്കിൽ നിങ്ങളെ നീറ്റിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേദ ബാച്ച് ഉണ്ട്. അപ്പോൾ +1 നിങ്ങൾക്ക് പൃഥ്വി ബാച്ചാണുള്ളത്. ഓക്കെ, ഈ പൃഥ്വി ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാകും, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ഉണ്ടാകും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാകും, നമ്മളെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഓക്കെ, ഈ ഒരു കംപ്ലീറ്റ് നമ്മുടെ ബാച്ചിൻ്റെ ഫീ ആണ് 7,999 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം, അഡ്മിഷൻ എടുക്കാം. +1 ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നീറ്റും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഡിഫറൻസ് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്, അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം.